കന്നി വോട്ടർമാരുടെ മനസ്സ് ഓരോ തെരഞ്ഞെടുപ്പിലും നിർണായകമാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് 5 ലക്ഷത്തിലധികം കന്നി വോട്ടർമാരുണ്ട്. അവർ കൃത്യമായി വോട്ട് ചെയ്യുമ്പോഴാണ് ജനാധിപത്യത്തിന് ആവേശം കൂടുന്നത്. വോട്ടവകാശമുള്ള എല്ലാ യുവജനങ്ങളും സമ്മതിദാന അവകാശം വിനിയോഗിച്ച് രാഷ്ട്ര നിർമ്മാണത്തിൽ പങ്കാളികളാവണമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ സഞ്ജയ് കൗൾ പറഞ്ഞു. ആദ്യമായി വോട്ട് ചെയ്യുന്നവർക്ക് വോട്ടിംഗ് പ്രക്രിയയെക്കുറിച്ച് ആശയക്കുഴപ്പം ഉണ്ടാകാതിരിക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശങ്ങൾ പുറത്തുവിട്ടിട്ടുണ്ട്. വോട്ടെടുപ്പ് പ്രക്രിയ എങ്ങനെ? സമ്മതിദായകൻ പോളിംഗ് ബൂത്തിലെത്തി ക്യൂവിൽ നിൽക്കുന്നു. വോട്ടറുടെ ഊഴമെത്തുമ്പോൾ പോളിംഗ് ഓഫീസർ വോട്ടർ പട്ടികയിലെ പേരും വോട്ടർ കാണിക്കുന്ന തിരിച്ചറിയൽ രേഖയും പരിശോധിക്കുന്നു. ഫസ്റ്റ് പോളിംഗ് ഓഫീസർ താങ്കളുടെ ഇടതു കൈയിലെ ചൂണ്ടുവിരലിൽ മഷി പുരട്ടുകയും സ്ലിപ്പ് നൽകുകയും ഒപ്പിടുവിക്കുകയും ചെയ്യുന്നു. പോളിംഗ് ഓഫീസർ സ്ലിപ്പ് സ്വീകരിക്കുകയും വോട്ടറുടെ വിരലിലെ മഷി അടയാളം പരിശോധിക്കുകയും ചെയ്യുന്നു. വോട്ടർ വോട്ടിംഗ് നടത്തുന്നതിനുള്ള കമ്പാർട്ട്മെന്റിലെത്തുന്നു. അപ്പോൾ മൂന്നാം പോളിംഗ് ഓഫീസർ ബാലറ്റ് യൂണിറ്റ് വോട്ടിങ്ങിന് സജ്ജമാക്കുന്നു. അപ്പോൾ ബാലറ്റ് യൂണിറ്റിലെ റെഡി ലൈറ്റ് പ്രകാശിക്കുന്നു. ശേഷം വോട്ടർ താൽപ്പര്യമുള്ള സ്ഥാനാർത്ഥിക്ക് നേരെയുള്ള EVMലെ നീല ബട്ടൺ അമർത്തുന്നു. അപ്പോൾ സ്ഥാനാർത്ഥിയുടെ പേരിന് നേരെയുള്ള ചുവന്ന ലൈറ്റ് പ്രകാശിക്കും. ഉടൻ തന്നെ തെരഞ്ഞെടുത്ത സ്ഥാനാർത്ഥിയുടെ ക്രമനമ്പർ, പേര്, ചിഹ്നം എന്നിവ അടങ്ങിയ ബാലറ്റ് സ്ലിപ്പ് VVPAT യന്ത്രം പ്രിന്റ് ചെയ്യുകയും 7 സെക്കൻഡ് പ്രദർശിപ്പിക്കുകയും ചെയ്യുന്നു. കൺട്രോൾ യൂണിറ്റിൽ നിന്നുള്ള ബീപ്പ് ശബ്ദം വോട്ട് രേഖപ്പെടുത്തി എന്ന് ഉറപ്പുവരുത്തുന്നു. VVPATൽ ബാലറ്റ് സ്ലിപ്പ് കാണാതിരിക്കുകയോ ബീപ്പ് ശബ്ദം കേൾക്കാതിരിക്കുകയോ ചെയ്താൽ പ്രിസൈഡിംഗ് ഓഫീസറെ ബന്ധപ്പെടണം. വോട്ട് ചെയ്ത ശേഷം പ്രിന്റ് ചെയ്ത സ്ലിപ്പ് തുടർന്ന് VVPAT യന്ത്രത്തിൽ സുരക്ഷിതമായിരിക്കും. അതേസമയം കേരളത്തിൽ ഇനിയുള്ള മണിക്കൂറുകൾ നിശബ്ദ പ്രചരണമാണ്. UDFും LDFും BJPയും പ്രതീക്ഷയോടെ വോട്ട് ചോദിക്കുകയാണ്. 20ൽ 20 നേടുകയാണ് UDF ലക്ഷ്യം. നില മെച്ചപ്പെടുത്താൻ ഇടതുപക്ഷവും അക്കൗണ്ട് തുറക്കാനാകുമെന്ന പ്രതീക്ഷയിൽ BJP. അതിശക്തമായ സുരക്ഷാ ക്രമീകരണങ്ങളാണ് കേരളത്തിലുള്ളത്. വയനാട്ടിൽ മാവോയിസ്റ്റ് ഭീഷണി കണക്കിലെടുത്ത് പോലീസും കേന്ദ്രസേനയും സജ്ജമാണ്. കേരളത്തിലെ 2,77,49,159 വോട്ടർമാരാണ് വെള്ളിയാഴ്ച ബൂത്തിലേക്ക് പോകുന്നത്. 20 ലോക്സഭാ മണ്ഡലങ്ങളിലായി ജനവിധി തേടുന്നത് 194 പേരാണ്. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 77.67 ആയിരുന്നു പോളിംഗ് ശതമാനം. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 74.06%. 80% കുറയാതിരിക്കുക ഇത്തവണ ലക്ഷ്യമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷനും. വോട്ടെടുപ്പ് വെള്ളിയാഴ്ച രാവിലെ 7 മുതൽ വൈകിട്ട് 6 വരെയാണ്. പിന്നീട് വിധി അറിയാൻ 1 മാസത്തിലേറെ കാത്തിരിപ്പ്. മിക്ക മണ്ഡലങ്ങളിലും അതിശക്തമായ ത്രികോണ പോരാണുള്ളത്. ഇത് കേരളത്തിലെ തെരഞ്ഞെടുപ്പിന് ഇത്തവണ പ്രവചനാതീത സ്വഭാവം നൽകുന്നുണ്ട്. വോട്ടെടുപ്പിന് 66,303 സുരക്ഷാ ഉദ്യോഗസ്ഥരെ നിയോഗിച്ചിട്ടുണ്ട്. കേരള പോലീസിന് പുറമെ കേന്ദ്രസേനയും ഉണ്ടാകും. 13,272 സ്ഥലത്തെ 25,231 ബൂത്തുകളിൽ പോലീസിനെ വിന്യസിക്കും. നോഡൽ ഓഫീസർ ADGP MR അജിത് കുമാർ, അസിസ്റ്റന്റ് നോഡൽ ഓഫീസർ IG ഹർഷിത അട്ടലൂരി എന്നിവരുടെ നേതൃത്വത്തിൽ 20 മേധാവിമാരുടെ കീഴിൽ പോലീസ് ജില്ലകളെ 144 ഇലക്ഷൻ സബ് ഡിവിഷനുകളാക്കിയിട്ടുണ്ട്.